രണ്ടാംഘട്ട അംഗത്തിനും ഒരുങ്ങിക്കഴിഞ്ഞു ബീഹാർ. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തുകയാണ്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വടക്കൻ ബീഹാറിൽ സീതാദേവിയുടെ ജന്മനാടായ സീതാമഡിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 122 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. ഇവിടങ്ങളിൽ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പരസ്യ പ്രചരണത്തിന് ഇന്നലെ വൈകിട്ടോടുകൂടി അവസാനിച്ചിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. 20 ജില്ലകൾ ഗയ, മധുബനി, ഈസ്റ്റ്, വെസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് തുടങ്ങി 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി രേഖപ്പെടുത്തുന്നത്. ഈ 122-ൽ 42 BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഞാനിപ്പോഴുള്ളത് മിഥിലാഞ്ചൽ മേഖലയിൽ, അതായത് വടക്കൻ ബീഹാർ മേഖലയിൽ. ഇവിടെയും BJPക്ക് അതിശക്തമായ വേരോട്ടമുള്ള കൂടുതൽ MP-മാരും MLA-മാരുള്ള മേഖലയിലാണ്. ഈ മിഥിലാഞ്ചലിലെ സീതാമഡി ജില്ലയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ജാനകി ദേവിയുടെ ജന്മസ്ഥാനത്താണുള്ളത്. അതായത് മാ സീതാദേവിയുടെ ജന്മസ്ഥലം പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഈ മേഖല. ഇവിടെയും വലിയ രീതിയിൽ തീർത്ഥാടകരെത്തുന്ന, ബീഹാറിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരെത്തുന്നൊരു പുണ്യഭൂമിയാണ്. ബീഹാറിലെ നിരവധി ആത്മീയ സാംസ്കാരിക മേഖലകളുള്ള അല്ലെങ്കിൽ പുണ്യഭൂമികളുള്ള ഒരു നാട് കൂടിയാണ് ബീഹാർ എന്നുള്ളത്. നളന്ദയാണെങ്കിലും ഗയ, കൂടാതെ ഇവിടെ സീതാമഡി തുടങ്ങി നിരവധി പുണ്യഭൂമികളുള്ള ഒരു മേഖല കൂടിയാണ് ബീഹാർ. അത്തരത്തിൽ ജാനകി ദേവിയുടെ ജന്മദേശമാണ്. ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് ഇപ്പോൾ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത് പഴയ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ പുരാതന ക്ഷേത്രമാണ്. ഇവിടെയും തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിക്കൊണ്ട് പുതിയ ക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ നടത്തിയിരുന്നു. അതായത് അയോധ്യ ക്ഷേത്ര മാതൃകയിൽ മാ സീതാദേവിയുടെ ജന്മനാട്ടിൽ സീതാദേവിക്ക് വേണ്ടിയൊരു ക്ഷേത്ര നഗരി എന്നുള്ള ഒരു ആശയത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചിരുന്നു. അതിനെ കാശി ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ പുണ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 800 കോടി രൂപ ചെലവിൽ 67 ഏക്കറിലായാണ് മാ ജാനകി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, ആ ക്ഷേത്ര നഗരിയുടെ, അയോധ്യയ്ക്ക് സമാനമായി ജാനകി ദേവിയുടെ നാട്ടിലെ ക്ഷേത്ര നഗരിയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തും. ഒപ്പം ശ്രീ ജാനകി ജന്മഭൂമി പുനൗരാധാം മന്ദിർ ന്യാസ് സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. അത്തരത്തിൽ മാ സീതാദേവിയുടെ നാട്ടിൽ ജാനകി ദേവിക്ക് വേണ്ടി ആ ക്ഷേത്രം വരുന്ന പുണ്യഭൂമിയിലാണ്, സീതാദേവിയുടെ ജന്മഭൂമിയിലാണ് നമ്മളിപ്പോഴുള്ളത്. നേരത്തെ അതായത് ജനക്പുരി എന്നുള്ളത് പുരാണങ്ങളിൽ ജനക മഹാരാജാവിൻ്റെ നാടായി വിശേഷിപ്പിക്കുന്നത് നേരത്തെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന, ഇപ്പോൾ നേപ്പാളിൻ്റെ അതിർത്തിയോട് നേപ്പാളിലാണ് ജനക്പുരി എന്നുള്ളത്. ഇവിടെ ഈ പ്രദേശമാണ്, സീതാമഡി എന്ന പ്രദേശമാണ് സീതാദേവിയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്നത്. ഇവിടെ നിന്ന് അല്പം ദൂരം മാത്രമാണ് നേപ്പാൾ അതിർത്തിയിലേക്കും ജനക്പുരിയിലേക്കുമുള്ളത്. അത്തരത്തിലൊരു പുണ്യസ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ക്ഷേത്ര നഗരിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ലോകോത്തര തലത്തിലേക്ക് സീതാമഡിയെ ഉയർത്തും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ സ്വാധീനിച്ച ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സീതാമഡിയിലെ സീതാദേവിയുടെ ക്ഷേത്രം. ഒപ്പം ബാക്കി മേഖലകളിലും, അതായത് ഗയ ഉൾപ്പെടെയുള്ള മേഖലകളാണെങ്കിലും ഈസ്റ്റ്, വെസ്റ്റ് ചമ്പാരൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ BJPക്ക് അതിശക്തമായിട്ടുള്ള സ്വാധീനമുള്ള കൂടുതൽ MLA-മാരുള്ള മണ്ഡലങ്ങളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അവിടെയും അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ BJPയും JDUവും LJPയും നേതൃത്വം നൽകുന്ന NDAയും RJDയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ആവേശകരമായ ദിവസങ്ങൾ നീണ്ടുന്ന അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ബീഹാർ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം 14-ാം തീയതിയാണ് ബീഹാറിൻ്റെ മനസ്സ് ആർക്കൊപ്പം നിന്നു എന്നറിയുന്നതിന് ഫലപ്രഖ്യാപനം.